അരുൺ, നമ്മൾ പറഞ്ഞു വന്നത് ലോക്സഭയ്ക്ക് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യമാണ്. പലതുകൊണ്ടും പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, കേരള കോൺഗ്രസിന് പഴയതുപോലെ അത്ര ഇടതുമുന്നണിയോടോ CPM-നോടോ ഒരു ബന്ധമില്ല, ബന്ധം മോശമായി എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യമാണ്. അടുത്ത നിയമസഭയിൽ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ കേരള കോൺഗ്രസ് ഒരുപക്ഷെ മുന്നണി വിടാനുള്ള സാധ്യത പോലും തള്ളിക്കളഞ്ഞുകൂടാ എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ പോലും പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യം ഒക്കെ വിലയിരുത്തുമ്പോൾ രാജ്യസഭാ സീറ്റിൽ CPM ഇന്ന് എടുക്കുന്ന നിലപാടിന് വലിയ പ്രസക്തിയുണ്ട്. അരുൺ, തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം തന്നെ പ്രധാനപ്പെട്ട കാര്യം. കേരള കോൺഗ്രസ് എമ്മിനെ CPM വളരെ വിലമതിക്കുന്ന ഒരു ഘടകകക്ഷിയാണ്. CPI വർഷങ്ങളായുള്ള അവരുടെ ഘടകകക്ഷിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത് മറ്റൊരു ബന്ധമാണ്. അതിനപ്പുറത്തേക്ക് കേരള കോൺഗ്രസ് എം CPM ഇടതുമുന്നണിക്ക് വരുമ്പോൾ ആരാണ് വലിയ പാർട്ടിയെ തർക്കം CPIയും കേരള കോൺഗ്രസ് എമ്മും തമ്മിലുണ്ട്. നമ്മൾ നിരവധി വാർത്താ സമ്മേളനങ്ങളിൽ CPIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ആരാണ് വലിയ പാർട്ടി എന്ന് അദ്ദേഹം പറഞ്ഞ കണക്കുകൾ അതിന് മറുപടി നൽകുമെന്നുള്ളതാണ്. അതിനുശേഷം വാർത്താ സമ്മേളനത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അദ്ദേഹം അതിന് മറുപടിയെ പറയുകയും ചെയ്തു. ഞാൻ അന്ന് പറഞ്ഞല്ലോ, കണക്കുകളാണ്. അത്തരമൊരു തർക്കം, മൂപ്പിളമ തർക്കം ഈ രണ്ടു പാർട്ടികളും തമ്മിലുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ കണക്കിലെടുക്കണം. CPIക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്ര സീറ്റ് കിട്ടുമെന്ന് അറിയേണ്ടിയിരിക്കുന്നു. കേരള കോൺഗ്രസ് എമ്മിന് ഒറ്റ സീറ്റ് മാത്രമേ ഉള്ളൂ. അത് ജയിച്ചാൽ അവർക്ക് ഒരു സീറ്റാവും. അല്ലെങ്കിൽ വീണ്ടും ആരാണ് വലിയ പാർട്ടി, ഈ ആരാണ് CPM-ന് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന തർക്കം, ഒരു ചർച്ച അവിടെ വീണ്ടും ഉയർന്നു വരും. അപ്പോൾ CPM എടുക്കുന്ന നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. CPIയോട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള താല്പര്യം കാണിക്കുമ്പോൾ തന്നെ കേരള കോൺഗ്രസ് എം വലിയ രീതിയിൽ ഇടതുമുന്നിൽ നിൽക്കേണ്ട പാർട്ടിയാണെന്ന് CPI നേതൃത്വം കരുതുന്നു. അതിനുവേണ്ടി അവർ ചില വിട്ടുവീഴ്ചകൾ ചെയ്യുമെന്ന് കരുതുന്നവർ നിരവധിയാണ്. അതിന് കാരണം CPM-ന് ഇടതുപക്ഷത്തിന് കടന്നു കയറാൻ കഴിയാത്ത മധ്യകേരളത്തിൽ അവർക്ക് വേരോട്ടമുണ്ടാക്കിയ ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് പത്തനംതിട്ട തന്നെ എടുക്കാം. പത്തനംതിട്ട 5 നിയമസഭാ സീറ്റുകളും ഇടതുമുന്നണിക്കാണ്. അവിടെ CPM-ന് രാഷ്ട്രീയ വളർച്ചയുണ്ടെന്ന് പറയുമ്പോഴും കേരള കോൺഗ്രസ് എമ്മിന്റെ കടന്നുവരവ് തള്ളിക്കളയാത്ത വിഷയമാണ്. അത് കോട്ടയത്തും ഇടുക്കിയിലുമൊക്കെ ഒരിക്കലും ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് എം അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ അത്തരം ഗുണം CPM-ന് ഇടതുമുന്നണിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പം കേരള കോൺഗ്രസ് എമ്മിനെ തള്ളിക്കളയാൻ CPM തയ്യാറാകില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം കേരള കോൺഗ്രസിനെ ആ രീതിയിൽ അടുപ്പിച്ച് നിർത്തണമെന്ന നിലപാടുള്ള നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സീറ്റിന്റെ പേരിൽ കേരള കോൺഗ്രസിനെ മുന്നണിയിൽ നിന്ന് തന്നെ കളയാൻ, മുന്നണി വഴിതെറ്റിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ CPM തയ്യാറാകില്ലെന്ന് വിലയിരുത്തുന്നവരാണ് ഏറെയും. ഏതായാലും മാറുന്ന രാഷ്ട്രീയ കാലാവസ്ഥ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറും, കാരണമായി മാറും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അതിന് പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറും. അതിനപ്പുറത്തേക്ക് നടക്കാതിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ അധികം അകലെയല്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ തുടർഭരണം തുടർഭരണത്തിൽ തുടർച്ച എന്നുള്ളതാണ് CPM-ന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ കൂടുതലെത്താൻ അവർ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. CPM നേതാക്കളുമായി സംസാരിക്കുമ്പോഴും കേരള കോൺഗ്രസിലെ നേതാക്കളുമായി സംസാരിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് ഈ ഒരു തർക്കവും അഭിപ്രായ ഭിന്നതയും ഒക്കെ പ്രാദേശിക ഘടകങ്ങളിൽ മാത്രമാണ്. നേതൃത്വത്തിൽ വലിയ നല്ല ബന്ധമാണ് CPM-ന്റെയും കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാക്കൾ തമ്മിൽ. അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകാനുള്ള ഒരു കൂട്ടായ്മ ഇപ്പോഴും ഈ രണ്ട് പാർട്ടികൾ തമ്മിലുണ്ട്. അതുകൊണ്ട് അത്ര എളുപ്പം കേരള കോൺഗ്രസ് എം ഇടതുമുന്നണി വിട്ട് പോകില്ല എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് CPM നേതൃത്വത്തിലേറെയും.